ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കല്ലിൽ ഗുഹ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം നമുക്കൊന്ന് കണ്ടാലോ. വളരെ പ്രസിദ്ധമായ ഒട്ടനവധി ഐതിഹ്യങ്ങളും വിശേഷങ്ങളും ഉള്ള ഒരു അമ്പലമാണ് കേട്ടോ കല്ലിൽ ഭഗവതി ക്ഷേത്രം. അപ്പം അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉത്സവമാണ്. തൃക്കാർത്തികയോടനുബന്ധിച്ചാണ് ഇവിടെ കൊടി കയറുന്നത് അമ്പലത്തിൽ. അപ്പോൾ അമ്പലത്തിലേക്ക് പോകുന്ന വഴി കൂടെയുള്ള കടകളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കടകളും കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നുണ്ട്. വളരെ പ്രസിദ്ധമായ ഒരു അമ്പലമാണിത്. ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് ഈ അമ്പലത്തിൽ. അപ്പോൾ ആ ഐതിഹ്യങ്ങൾ എന്തൊക്കെയാണെന്നോ ഈ അമ്പലത്തിനെ കുറിച്ചൊക്കെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് മേതല ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന കല്ലിൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ കഥ ആരെയും അതിശയിപ്പിക്കുന്നതാണ്. കാടിനുള്ളിൽ പാറക്കെട്ടുകൾക്കിടയിൽ കുറേയധികം പടികൾ കടന്നു മാത്രം എത്താൻ സാധിക്കുന്ന കല്ലിൽ ഭഗവതി ക്ഷേത്രം പെരുമ്പാവൂരിൻ്റെ അഭിമാനമാണ്. ക്ഷേത്ര ഭൂപടത്തിൽ പെരുമ്പാവൂരിനെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ ക്ഷേത്രത്തിന് 2000-ലധികം വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പുരാവസ്തു വകുപ്പിന് കീഴിൽ ഒരു സംരക്ഷിത സ്മാരകമായിട്ടാണ് ക്ഷേത്രത്തെ ഇപ്പോൾ സംരക്ഷിക്കുന്നത്. പാറയുടെ മുകളിലെ ക്ഷേത്രം. ഐതിഹ്യങ്ങളും കഥകളും ഒരുപാട് ചുറ്റി പിടഞ്ഞു കിടക്കുന്ന കല്ലിൽ ഭഗവതി ക്ഷേത്രം ഒരു വലിയ പാറയുടെ മുകളിലാണ് ഉള്ളത്. എന്നാൽ പെട്ടെന്ന് എത്താം എന്ന് വിചാരിച്ചാലും നടക്കില്ല. 28 ഏക്കറോളം വരുന്ന കാടിന് നടുവിൽ എത്തണം ഈ ക്ഷേത്രം കാണണമെങ്കിൽ. ഇവിടെ എത്തിയാൽ പിന്നെയും 120 പടികൾ കയറണം ക്ഷേത്രമിരിക്കുന്ന പാറയുടെ മുകളിൽ എത്താൻ. കാടിനുള്ളിലെ മരങ്ങൾ കൂടാതെ എവിടെ നോക്കിയാലും ഇവിടെ കാണുവാനുള്ളത് കല്ലുകൾ മാത്രമാണ്. ക്ഷേത്രത്തിലേക്കുള്ള കവാടം തുടങ്ങുന്നിടം മുതൽ കല്ലുകളുടെ കാഴ്ച തുടങ്ങും. അങ്ങനെ എത്തുന്നിടം വരെ കല്ലുകൾ നിറഞ്ഞ വഴികളാണ് ഉള്ളത്. ക്ഷേത്രത്തിലേക്കുള്ള പടികളും ആനപ്പന്തലിൻ്റെ കരിങ്കല്ലിൽ തീർത്ത തൂണുകളും ക്ഷേത്രത്തിൻ്റെ ചുറ്റിലും പാകിയിരിക്കുന്നതുമൊക്കെ കരിങ്കല്ല് തന്നെയാണ്. ഇവിടുത്തെ സ്മാരക മണ്ഡപവും പൂർണ്ണമായും കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു ഐതിഹ്യവും പറയുന്നത്, ഒരിക്കൽ കാട്ടിലെത്തപ്പെട്ട ആളുകൾ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ കണ്ടു. കല്ലുകൊണ്ട് അമ്മാനമാടി കളിക്കുന്നവരെ കണ്ടവർ അടുത്തു പോയപ്പോഴേക്കും ആ സ്ത്രീ അപ്രത്യക്ഷമായി. കളിച്ചു കൊണ്ടിരിക്കുന്ന കല്ലുകൾ കൊണ്ട് ഗുഹയിലേക്ക് മറയുകയാണ് അവർ ചെയ്തത്. ദേവീ ചൈതന്യമുള്ള ആ സ്ത്രീ കല്ലിൽ ഭഗവതിയായിരുന്നു എന്നാണ് വിശ്വാസം. ദേവി കളിച്ചപ്പോൾ മുകളിലേക്ക് പോയ കല്ല് ക്ഷേത്രത്തിൻ്റെ മേൽ കൂരയായി മാറിയെന്നും താഴേക്ക് വന്ന് ഇരിപ്പിടമായി എന്നതുമാണ് വിശ്വാസം. ദേവി അന്ന് അമ്മാനമാടിയ ശിലകൾ ഇന്നും ഇവിടെയുണ്ട്. ശ്രീകോവിലിൻ്റെ മേൽക്കൂരയായി നിൽക്കുന്ന പാറ നിലത്ത് സ്പർശിക്കാതെയാണ് നിൽക്കുന്നത്. അന്തരീക്ഷത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ഈ പാറ 15 ആനകൾ ഒന്നിച്ച് വലിച്ചാൽ പോലും അനങ്ങില്ലത്രേ. ഇവിടുത്തെ പ്രധാനപ്പെട്ട 2 നേർച്ചകളാണ് കല്ല് നേർച്ചയും ചൂൽ നേർച്ചയും. സ്ത്രീകൾക്ക് മുടി വളരാനും പുരുഷന്മാർക്ക് കുടുംബത്തിലെ അസ്വസ്ഥതകൾ മാറുവാനുമാണ് ചൂൽ നേർച്ച നടത്തുന്നത്. ഇരുമ്പ് തൊടാതെ ഓല കൊണ്ട് ചൂല് നിർമ്മിച്ച് ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതാണ് ചൂൽ നേർച്ച. പാതി വഴിയിൽ മുങ്ങിയ വീട് പണി പൂർത്തിയാക്കാനാണ് കല്ല് നേർച്ച നടത്തുന്നത്. പണി നടക്കുന്ന വീട്ടിൽ നിന്നും 2-3 കല്ലുകൾ കൊണ്ടുവന്ന് ക്ഷേത്രത്തിലെത്തിച്ച് പ്രാർത്ഥിച്ചാൽ 1 വർഷത്തിനുള്ളിൽ വീട് പണി പൂർത്തിയാകുമെന്നാണ് വിശ്വാസം. ആഗ്രഹിച്ച കാര്യം സാധിക്കുന്നവർ ഇവിടെ വന്ന് വീണ്ടും നന്ദി അർപ്പിച്ച് നേർച്ച നടത്തി പ്രാർത്ഥിക്കാറുണ്ട്. കല്ലിൽ അരുളുന്ന ദേവിയെന്നും ഇവിടുത്തെ ദേവിയെ വിളിക്കാറുണ്ട്. ചുറ്റോടും കല്ലുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരിടത്ത് കൽഹുഗയിൽ വാഴുന്ന ദേവിയെ ഇതിലും മനോഹരമായി മറ്റൊന്നും വിശേഷിപ്പിക്കാനാകുന്നില്ല എന്നതാണ് സത്യം. വളരെ മനോഹരമാണ് ഈ ക്ഷേത്രം. ചുറ്റും കാടുകളും എന്താ പറയണത്, ഒരു തണുപ്പൊക്കെ ആയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു അനുഭൂതിയാണ്. ആ കല്ല് നിലത്ത് തൊടാതെയാണ് കേട്ടോ ഇരിക്കുന്നത്. നിറച്ച് സ്റ്റെപ്പുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് സ്റ്റെപ്പുകൾ കയറിയാണ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് എത്താൻ പറ്റുള്ളൂ. ചുറ്റും പുറം കാടാണ്. നമുക്ക് ഈ വിഷ്വൽസിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഇവിടെ പറ നിറയ്ക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഉത്സവമാണ്. അപ്പം വൈകുന്നേരം കുറച്ചുകൂടെ സന്ധ്യ വരുന്തോറും നിറച്ച് ലൈറ്റുകളും ദീപങ്ങളും ഒക്കെ കത്തിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒരുപാട് സ്റ്റെപ്പുകൾ കയറാനൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ കൂടിയും നമുക്കിവിടെ വന്ന് തൊഴുതിട്ടുണ്ടെങ്കിൽ മനസ്സിനൊരു പ്രത്യേക അനുഭൂതിയാണ്.
കല്ലിൽ ഭഗവതി ക്ഷേത്രം ഈ ഭാഗത്തുള്ള എല്ലാവർക്കും അറിയായിരിക്കും. അറിയാത്ത ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് പുതിയൊരു അറിവായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇവിടെ വന്ന് തൊഴാൻ പറ്റുന്നവരൊക്കെ തൊഴുക. ഒരു പുതിയൊരു അനുഭവം തന്നെയായിരിക്കും. നിറച്ച് ലൈറ്റുകളും കാര്യങ്ങളും ഒക്കെ സന്ധ്യ ആവുന്തോറും ഇവിടെ ഉണ്ട്. പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടുത്തെ ഉത്സവം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ തുടങ്ങുന്നത് നമ്മൾ തൃക്കാർത്തികയോടനുബന്ധിച്ചാണ് ഇവിടുത്തെ ഉത്സവം തുടങ്ങുന്നത്. ധാരാളം കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കുട്ടികൾക്കൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങ് പോരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇഷ്ടംപോലെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉത്സവമാണല്ലോ. ഐസ്ക്രീമായിട്ടും അവർക്ക് വേണ്ട ടോയ്സായിട്ടും ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണുമ്പോഴേക്കും ബായ്.